ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 25 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 26-ാമത്തെ ശ്ലോകം നോക്കാം. അന്യേ ത്വേവമജാനന്ത ശ്രുത്വാന്യേഭ്യ ഉപാസത്തെ തേപി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണ. തു എന്നാൽ ഏവം ഇതൊന്നും, അതായത് ഈ മാർഗങ്ങളെക്കുറിച്ചൊന്നും, അജാനന്ത അന്യേ അറിയാത്ത മറ്റു ചിലർ, അന്യേഭ്യ ശ്രുത്വ മറ്റുള്ളവർ പറയുന്നത് താൽപ്പര്യപൂർവം കേട്ട്, ഉപാസതേ ഈശ്വരനെ ഭജിക്കുന്നു അഥവാ ഉപാസന നടത്തുന്നു. ശ്രുതിപരായണ കേട്ടത് വിശ്വാസപൂർവം പ്രമാണമാക്കുന്ന, തേ അപി അവരും, മൃത്യു അതിതരന്തീച ഏവ ജനന മരണങ്ങൾ അറ്റവരായി തീരുന്നു അഥവാ ജനന മരണങ്ങളെ മറികടക്കുന്നു, മുക്തരായി തീരുന്നു. ഇതൊന്നും അഥവാ ഈ മാർഗങ്ങളെക്കുറിച്ചൊന്നും, അതായത് മുൻപ് പറഞ്ഞ ഈ മാർഗങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത ചിലരാകട്ടെ മറ്റുള്ളവർ പറയുന്നത് താൽപ്പര്യപൂർവം കേട്ട് ഈശ്വരനെ ഉപാസിക്കുന്നു. കേട്ടത് വിശ്വാസപൂർവം പ്രമാണമാക്കുന്ന, അതനുസരിച്ച് ഈശ്വരപൂജ ചെയ്യുന്ന അവരും ജനനമരണ ചക്രത്തിൽ നിന്നും മുക്തരായിത്തീരുന്നു. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. വേണ്ടത്ര ആധ്യാത്മിക ജ്ഞാനമില്ലാത്ത ചിലർ മറ്റുള്ളവരിൽ നിന്ന് ഭഗവത് മഹിമകൾ കേട്ടറിഞ്ഞ് അതിൽ തൽപരരായി വിശ്വാസപൂർവം ഈശ്വരനെ ആരാധിക്കുവാൻ തുടങ്ങുന്നു. അവർ അതിൽ പൂർണ്ണ വിശ്വാസത്തോടെ മുഴുകുന്നതിനാൽ അഥവാ ഈശ്വരോപാസന ചെയ്യുന്നതിനാൽ അവരും സംസാരചക്രത്തിൽ നിന്നും മുക്തരാകുന്നു. അതായത് മുൻ ശ്ലോകത്തിൽ നമ്മൾ 3 മാർഗങ്ങളെ പറ്റിയാണ് പറഞ്ഞത്: യോഗമാർഗം, ജ്ഞാനമാർഗം, കർമ്മമാർഗം. അപ്പോൾ ഈ വക മാർഗങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തവരും അറിവുള്ളവർ പറയുന്നത് കേട്ട് അതിൽ വിശ്വാസപൂർവം ഈശ്വരോപാസന ചെയ്യുന്നു. ആ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിൽ വിശ്വാസമർപ്പിച്ച് ഈശ്വരോപാസന ചെയ്യുന്നു. അപ്പോൾ അവരും ഇത്തരം അറിവുകളൊന്നുമില്ലെങ്കിലും അവരും ഈ സംസാരചക്രത്തിൽ നിന്നും മുക്തരായിത്തീരും, മുക്തിയെ പ്രാപിക്കും. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ സത്സംഗത്തിൻ്റെ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്. ഈശ്വര മഹിമകൾ താൽപ്പര്യപൂർവ്വം ശ്രവിക്കുന്നത് പോലും മുക്തിയിലേക്ക് നയിക്കുന്നു. മറ്റ് അറിവുകളൊന്നുമില്ലെങ്കിൽ പോലും സജ്ജനങ്ങളുടെ വാക്കുകൾ ശ്രവിക്കുക വഴി, അതിൽ വിശ്വാസമർപ്പിക്കുക വഴി ഈശ്വര പൂജയിൽ മുഴുകി അത് മുക്തിയിലേക്ക് നയിക്കും. നിരന്തരമായ സത്സംഗ ശ്രവണം മൂലം ഒരുവൻ ശുദ്ധഭക്തിയുടെ ഭാവത്തിലേക്ക് ഉയർത്തപ്പെടും. സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം മൂലം നിരന്തരമായി ഇത്തരം സത്സംഗം ശ്രവിക്കുന്നത് മൂലം ഒരുവൻ ഭക്തിയുടെ ഭാവത്തിലേക്ക് ഉയർത്തപ്പെടും. അതാണ് പറയുന്നത്. ഗുരുവായൂരപ്പൻ നിഷ്കളങ്കനായ ബാലൻ നേദിച്ച പായസം കഴിച്ച കഥയും
വനത്തിലൂടെ ഗുരുകുലത്തിൽ പോകുന്ന ബാലനെ കണ്ണൻ കാട് കടത്തിവിടുന്ന കഥയുമെല്ലാം നാം കേട്ടിട്ടുണ്ട്. അതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ആ മുതിർന്നവർ, അറിവുള്ളവർ പറഞ്ഞതിനെ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ ആചാര്യന്മാരുടെ വാക്കുകളെ കണ്ണുമടച്ച് വിശ്വസിച്ച നിഷ്കളങ്കരുടെ ഭക്തിഭാവമാണത്. അവിടെ ഒരുപക്ഷെ കഥയില്ലായ്മയാണ് എന്ന് തോന്നുമെങ്കിലും ആ കഥയില്ലായ്മയും ഭക്തന് അനുഗ്രഹമായി മാറുന്നു. അതാണ് സജ്ജനങ്ങളുടെ വാക്കുകൾ ശ്രവിച്ചാലുള്ള ഗുണം. അതുവഴി ശുദ്ധഭക്തി അവരിൽ നിറയുന്നു. അതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.